ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് ഫിസിക്സ് മാതൃകാ ചോദ്യപേപ്പർ അവലോകനം. അവതരിപ്പിക്കുന്നത് നാലാഞ്ചിറ കറ്റച്ചക്കോണം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ ജ്യോതിസ് PS. 2026 മാർച്ച് മാസത്തിൽ നടക്കുന്ന SSLC ഫിസിക്സ് ചോദ്യപേപ്പറിൽ ആകെ 18 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇതിൽ സെക്ഷൻ എയിൽ 1 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളിൽ 4നും ഉത്തരം എഴുതണം. ഈ സെക്ഷനിൽ ചോയ്സ് ഇല്ല. ചേരുംപടി ചേർക്കുക, ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക, പ്രസ്താവന കാരണം, മൾട്ടിപ്പിൾ ചോയ്സ് എന്നീ മാതൃകയിലുള്ള ചോദ്യങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം. സെക്ഷൻ ബിയിലെ 5 മുതൽ 11 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ടായിരിക്കും. ഈ സെക്ഷനിൽ ആകെ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും പരമാവധി 2 സ്കോർ വീതം ആയിരിക്കും ലഭിക്കുന്നത്. സെക്ഷൻ സിയിലെ 12 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും പരമാവധി 3 സ്കോർ ലഭിക്കും. സെക്ഷൻ ഡിയിൽ 4 മാർക്കിൻ്റെ 1 ചോദ്യമാണുള്ളത്. ഇതിനും ചോയ്സ് ഉണ്ടായിരിക്കും. എ സെക്ഷനിൽ 4 മാർക്കും, ബി സെക്ഷനിൽ 14 മാർക്കും, സി സെക്ഷനിൽ 18 മാർക്കും, ഡി സെക്ഷനിൽ 4 മാർക്കും ഉൾപ്പെടെ ആകെ 40 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദ്യപേപ്പറിലുണ്ടാകും. ആകെയുള്ള 7 യൂണിറ്റുകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യ മാതൃകകൾ പരിചയപ്പെടാം. സെക്ഷൻ എയിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം. 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഓരോ ചോദ്യത്തിനും 1 സ്കോർ വീതം. ആദ്യത്തെ ചോദ്യം: പവർ പ്രേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ ട്രാൻസ്ഫോമറുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. പ്രസ്താവനകൾ താഴെ പറയുന്നു. പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ 220 കിലോ വോൾട്ടിനെ 110 കിലോ വോൾട്ടാക്കി കുറയ്ക്കുന്നു. വിതരണ ട്രാൻസ്ഫോമർ വഴി 220 കിലോ വോൾട്ട് വൈദ്യുതി വീടുകളിലെത്തുന്നു. സബ്സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ്. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. നമുക്കറിയാം, പവർ സ്റ്റേഷനിൽ നമ്മൾ 11 കിലോ വോൾട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുതന്നെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. പവർ സ്റ്റേഷനിൽ എത്ര വോൾട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത്. 11 കിലോ വോൾട്ടിലാണ് പവർ സ്റ്റേഷനിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനുശേഷം ഈ 11 കിലോ വോൾട്ടിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചുകൊണ്ട് 220 കിലോ വോൾട്ടിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. കാരണം പവർ സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകളാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമർ 220 കിലോ വോൾട്ടിനെ 110 കിലോ വോൾട്ടായി കുറയ്ക്കുന്നു. സബ്സ്റ്റേഷനുകളുടെ ധർമ്മം തന്നെ അതാണല്ലോ. 220 കിലോ വോൾട്ടിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചുകൊണ്ട് 110 കിലോ വോൾട്ടാക്കി മാറ്റുകയാണ് സബ്സ്റ്റേഷനുകളിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായ ഒരു പ്രസ്താവനയാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ വിതരണ ട്രാൻസ്ഫോമർ വഴി 220 കിലോ വോൾട്ട് വൈദ്യുതി വീടുകളിലെത്തുന്നു. നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വിതരണ ട്രാൻസ്ഫോമർ, അതായത് വിതരണ ട്രാൻസ്ഫോമറുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ്. അങ്ങനെയുള്ള സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ വഴി വോൾട്ടേജ് കുറച്ച് 230 വോൾട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 220 കിലോ വോൾട്ട് വൈദ്യുതി വീടുകളിലെത്തുമെന്നാണ്. അത് തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന നോക്കൂ. സബ്സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സബ്സ്റ്റേഷനുകളിൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ തന്നെയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള 2 പ്രസ്താവനകളാണുള്ളത്, 2ഉം 4ഉം. അതായത് രണ്ടാമത്തെ പ്രസ്താവന സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറുകൾ 220 കിലോ വോൾട്ടിന് 110 കിലോ വോൾട്ടായി കുറയ്ക്കുന്നു എന്നുള്ളതും, നാലാമത്തെ പ്രസ്താവന സബ്സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ് എന്നുള്ളതുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. രണ്ടാമത്തെ ചോദ്യം പ്രസ്താവന കാരണം, ആ ടൈപ്പിലുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കൂ. പ്രസ്താവന: കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് മിഥ്യയാണ്. കാരണം സമാന്തരമായി കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. നമുക്കറിയാം, കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും നമ്മൾ പഠിച്ചു. കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് മിഥ്യയാണ്. കാരണം അതിന് കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കാരണം പറയുന്നത് സമാന്തരമായി കോൺകേവ് ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികൾ അപവർത്തനത്തിന് ശേഷം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കാരണം തെറ്റാണ്.
അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് പ്രസ്താവന ശരി, കാരണം തെറ്റ്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരമായി സെലക്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വസ്തുവിനടുത്തായി ഉണ്ടായ ശബ്ദതരംഗത്തിൻ്റെ ആവൃത്തി ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. പ്രസ്താവന നോക്കൂ. വസ്തു കമ്പനം ചെയ്യുന്നു, വസ്തു ശബ്ദതരംഗത്തെ പ്രതിഫലിപ്പിക്കുന്നു, വസ്തു അനുനാദത്തിലാകുന്നു, വസ്തു മറ്റൊരാവൃത്തിയെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഒരു വസ്തുവിനടുത്തായി ഉണ്ടായ ശബ്ദതരംഗത്തിൻ്റെ ആവൃത്തി ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് അത് രണ്ടും അനുനാദത്തിലാവും, വസ്തു അനുനാദത്തിലാവുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവിടെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ശരിയാണ്, വസ്തു കമ്പനം ചെയ്യും. വസ്തു കമ്പനം ചെയ്യുക മാത്രമല്ല, വസ്തു അനുനാദത്തിലുമാകും. അപ്പോൾ ഇവിടുത്തെ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്, 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയായിട്ട് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് വസ്തു കമ്പനം ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് 2 വസ്തു അനുനാദത്തിലാകുന്നു. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ പ്രകാശ കിരണങ്ങളെ ഘടകവർണ്ണങ്ങളായി വിഭജിക്കാം. ഈ രീതിയിൽ വിഭജിക്കപ്പെടുന്ന നിറങ്ങളിൽ ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശത്തെ കടത്തിവിട്ട് കഴിഞ്ഞാൽ അതതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്നു എന്നുള്ളത് നമ്മൾ 3ാമത്തെ അധ്യായത്തിൽ തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് വ്യതിയാനം സംഭവിക്കുന്ന നിറം ഏതാണെന്നുള്ളതാണ്. നിറങ്ങളുടെ വ്യതിയാനം 7 നിറങ്ങളുണ്ടല്ലോ, 7 നിറങ്ങളുടെയും വ്യതിയാനം അവയുടെ തരംഗദൈർഘ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണങ്ങൾക്ക് വ്യതിയാനം കുറവും തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണങ്ങൾക്ക് വ്യതിയാനം കൂടുതലുമായിരിക്കും. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ള നിറമെന്ന് പറയുന്നത് ചുവപ്പാണ്. അതുകൊണ്ട് ചുവപ്പിനായിരിക്കും ഏറ്റവും കുറഞ്ഞ വ്യതിയാനം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പച്ച, ചുവപ്പ്, നീല, വയലറ്റ് എന്നീ ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ ഉത്തരമെന്ന് പറയുന്നത് ചുവപ്പാണ്. കാരണം ചുവപ്പിന് തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യതിയാനം വളരെ കുറവായിരിക്കും. ഇനി സെക്ഷൻ ബിയിലെ ചോദ്യങ്ങൾ പരിശോധിക്കാം. 5 മുതൽ 11 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. 6, 8 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ ഈ സെക്ഷൻ ബിയിൽ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും 2 ചോദ്യങ്ങൾക്ക് ചോയ്സ് ഉണ്ടാകും. ചോയ്സ് ഉള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതിയാകും. ഇതിൽ 5ാമത്തെ ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഉറപ്പിച്ച കപ്പിക്കും ചലിക്കുന്ന കപ്പിക്കും അനുയോജ്യമായ പ്രസ്താവനകൾ തരംതിരിച്ച് എഴുതുക. പ്രസ്താവനകൾ ശ്രദ്ധിക്കൂ. പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ദിശ മാറ്റാൻ സാധിക്കും, പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും, യാന്ത്രിക ലാഭം 1 ആണ്, യാന്ത്രിക ലാഭം 2 ആണ്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള കപ്പികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 7ാമത്തെ ചാപ്റ്ററിൽ. ഫിക്സഡ് പുള്ളിയും പഠിച്ചു, അതുപോലെ തന്നെ മൂവബിൾ പുള്ളിയും പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് പുള്ളി അഥവാ ഉറപ്പിച്ച കപ്പി, മൂവബിൾ പുള്ളി അഥവാ ചലിക്കുന്ന കപ്പി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളിൽ ഫിക്സഡ് പുള്ളിയുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ മൂവബിൾ പുള്ളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വേർതിരിച്ചെഴുതാനാണ് അല്ലെങ്കിൽ തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസ്താവനകളിൽ 1ാമത്തെ പ്രസ്താവന പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ദിശ മാറ്റാൻ സാധിക്കും. അത് ഉറപ്പിച്ച കപ്പിയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രസ്താവനയാണ്. 2ാമത്തെ പ്രസ്താവന നോക്കൂ. പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കഴിയും. ഇത് മൂവബിൾ പുള്ളി അല്ലെങ്കിൽ ചലിക്കുന്ന കപ്പിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഇനി 3ാമത്തത് യാന്ത്രിക ലാഭം 1 ആണ്. എപ്പോഴും ഉറപ്പിച്ച കപ്പിയുടെ യാന്ത്രിക ലാഭമാണ് 1ആയി വരുന്നത്. ചലിക്കുന്ന കപ്പിയുടെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇങ്ങനെ ഉറപ്പിച്ച കപ്പി അഥവാ ഫിക്സഡ് പുള്ളി, ചലിക്കുന്ന കപ്പി അഥവാ മൂവബിൾ പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനകളെ തരംതിരിച്ചെഴുതാനായി കഴിയും. അടുത്ത 6ാമത്തെ ചോദ്യം നോക്കാം. 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 ആംപിയർ വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ജൂൾ നിയമത്തിൽ H=I²RT എന്നുള്ള ഇക്വേഷൻ പഠിച്ചു. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം തന്നിട്ടുണ്ട്, അത് 200 ഓം ആണ്. കറണ്ട് തന്നിട്ടുണ്ട്, പ്രവഹിക്കുന്ന കറണ്ട് 0.2 ആംപിയർ ആണ്. സമയം 5 മിനിറ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ സെക്കൻഡിലോട്ട് മാറ്റിയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. 5 മിനിറ്റിനെ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 5 × 60 സെക്കൻഡ്, അതായത് 300 സെക്കൻഡ് എന്നായിരിക്കും കിട്ടുക. ഈ ഡേറ്റകൾ H=I²RT എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2400 ജൂൾ എന്ന ഉത്തരം ലഭിക്കും. ഇതുപോലുള്ള ഗണിത പ്രശ്നങ്ങൾ ചോദ്യപേപ്പറിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സമവാക്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പഠിക്കേണ്ടതാണ്. ഇനി 7ാമത്തെ ചോദ്യം പരിശോധിക്കാം. ഒരു ബാർ കാന്തം വൈദ്യുതവാഹിയായ സോളിനോയിഡിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്. വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് ഒരു ബാർ കാന്തത്തിൻ്റെ കാന്തിക മണ്ഡലത്തിന് സമാനമാണെന്നാണ് പഠിച്ചിരിക്കുന്നത്.
പക്ഷേ എന്നിരുന്നാലും അവ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ബാർ മാഗ്നറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ബാർ മാഗ്നറ്റിൽ അല്ലെങ്കിൽ ബാർ കാന്തത്തിൻ്റെ കാന്തശക്തി എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. അവിടെ കാന്തശക്തി വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ ബാർ കാന്തത്തിൻ്റെ കാന്തിക ധ്രുവത മാറ്റാനും നമുക്ക് കഴിയില്ല. വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ കാന്തശക്തി എന്ന് പറയുന്നത് പ്രവഹിക്കുന്ന വൈദ്യുതിയുടെ അളവിനെയും അതുപോലെ തന്നെ ചുറ്റുകളുടെ എണ്ണത്തെയും കോറായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡിൻ്റെ കാന്തശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല, അത് വേരി ചെയ്യും. അതുപോലെ തന്നെ പൊളാരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ധ്രുവത നമുക്ക് മാറ്റാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ബാർകാന്തവും അതുപോലെ തന്നെ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി 8ാമത്തെ ചോദ്യം നോക്കിയാലോ. വ്യക്തമായൊരു ചിത്രം ലഭിക്കാൻ അകലെയും അടുത്തുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ രൂപപ്പെടണം. റെറ്റിനയിൽ തന്നെ ഒരു പ്രതിബിംബം രൂപപ്പെടുത്താനുള്ള നേത്ര ലെൻസിൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരെന്ത്? അതിൽ തന്നെ ബി ചോദ്യമുണ്ട്. വ്യത്യസ്ത അകലത്തിലുള്ള വസ്തുക്കളുടെ പ്രതിബിംബങ്ങൾ റെറ്റിനയിൽ തന്നെ രൂപപ്പെടാൻ നേത്ര ലെൻസിൻ്റെ ഏത് ഘടനയിലാണ് മാറ്റം വരുത്തേണ്ടത്? അപ്പോൾ നമ്മൾ പഠിച്ചു, അകലെയുള്ള വസ്തുവായിരുന്നാലും അടുത്തുള്ള വസ്തുവായിരുന്നാലും പ്രതിബിംബം റെറ്റിനയിൽ രൂപപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ വസ്തുവിനെ കാണാനായി കഴിയുകയുള്ളൂ. അകലെയുള്ള വസ്തുക്കളുടെയും അടുത്തുള്ള വസ്തുക്കളുടെയും പ്രതിബിംബം കണ്ണിൻ്റെ റെറ്റിനയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സമഞ്ജനക്ഷമതയാണ് അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ ആണ്. ഇനി ബി ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് കണ്ണിലെ സീലിയറി പേശികളുടെ സഹായത്താൽ കണ്ണിലെ ലെൻസിൻ്റെ വക്രത ക്രമീകരിച്ച് അതിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തിയാണ് സാധ്യമാക്കുന്നത്. സീലിയറി പേശികൾ സങ്കോചിക്കുമ്പോൾ വക്രത കൂടുകയും ഫോക്കസ് ദൂരം കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സീലിയറി പേശികളുടെ പ്രവർത്തന ഫലമായാണ് ശരിക്ക് അകലെയുള്ള വസ്തുക്കളുടെയും അടുത്തുള്ള വസ്തുക്കളുടെയും ഒക്കെ പ്രതിബിംബം റെറ്റിനയിൽ തന്നെ രൂപപ്പെടുന്നത്. ഇനി 9ാമത്തെ ചോദ്യം പരിശോധിക്കാം. സെക്ഷൻ ബിയിലെ 9ാമത്തെ ചോദ്യം. ഒരു ക്യാമറയിൽ +10 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസ് ഉപയോഗിച്ചിരിക്കുന്നു. ഇത് ഏത് തരം ലെൻസാണ്? ലെൻസിൻ്റെ പവർ കണക്കാക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു +10 സെൻറ്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ +10 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമാണെങ്കിൽ ഇത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. കാരണം കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരമാണല്ലോ പോസിറ്റീവായി വരുന്നത്. അപ്പോൾ ഇവിടെ +10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫോക്കൽ ദൂരം പോസിറ്റീവായി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. പവർ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഇക്വേഷൻ അഥവാ സമവാക്യം എന്ന് പറയുന്നത് P = 1/f ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്, സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പവർ എന്ന് പറയുന്നത് മീറ്ററിലുള്ള ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ്. 10 സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 0.1 മീറ്റർ എന്നാണ്. അപ്പോൾ P = 1/f = 1/0.1 +10 ഡയോപ്റ്റർ എന്നാണ് കിട്ടുന്നത്. നമുക്കറിയാമല്ലോ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് പവർ P = +10 ഡയോപ്റ്റർ എന്നുള്ള ഉത്തരമായിരിക്കും ലഭിക്കുന്നത്. ഇനി 10ാമത്തെ ചോദ്യം പരിശോധിക്കാം. 1000 ഹെർട്സ് ആവൃത്തിയും 20 സെൻറ്റിമീറ്റർ തരംഗ ദൈർഘ്യവുമുള്ള ഒരു തരംഗം 2 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കും എന്നുള്ളതാണ് ചോദ്യം. അറിയാം V = f ലാംഡയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം, v കണ്ടുപിടിക്കാം. എന്നിട്ട് S = v × t എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായി പറ്റും. അതുപോലെ തന്നെ 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 3-പിൻ പ്ലഗ് ഗൃഹ വൈദ്യുതീകരണത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് എങ്ങനെ എന്ന് വിശദമാക്കുക, അതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം 3-പിൻ പ്ലഗ് എന്ന് പറയുന്നത് 3-പിൻ പ്ലഗിൻ്റെ ഒരു പിൻ എന്ന് പറയുന്നത് വണ്ണം കൂടിയും അതുപോലെ തന്നെ നീളം കൂടിയ പിന്നാണ്. അതായിരിക്കും ആദ്യം തന്നെ സർക്യൂട്ടിലേക്ക് ബന്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഉപകരണത്തിൻ്റെ ബോഡിയിൽ ഉള്ള ഇലക്ട്രിക് ചാർജസ് ഒക്കെ തന്നെ എർത്ത് ചെയ്ത് സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. CD എന്നീ 2 സെക്ഷൻസ് കൂടെയുണ്ട്. പാഠപുസ്തകത്തിലെ 7 ചാപ്റ്ററുകൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് പരമാവധി മികച്ച സ്കോർ കരസ്ഥമാക്കാൻ കഴിയൂ. 10ാം ക്ലാസ് ഫിസിക്സ് മാതൃകാ ചോദ്യപേപ്പർ അവലോകനമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് നാലാഞ്ചിറ കറ്റച്ചക്കോണം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ ജ്യോതിസ് PS. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.